വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ദിവ്യ. എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു ടീച്ചർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ആ കുട്ടികൾ, ടീച്ചറുടെ കുട്ടികൾ, സ്റ്റുഡൻസ് പറയാൻ ടീച്ചറുടെ ക്ലാസ് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ച് ടീച്ചറുടെ ക്ലാസ് നന്നായിട്ട്, ക്ലാസ് നന്നായിട്ടുണ്ട് എന്നുള്ള കുറേയധികം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കൂടാതെ ഇതൊന്നുമല്ല, ഇന്നലെ ഞാൻ ചാനൽ തുടങ്ങി 1.5 മാസമായപ്പോഴത്തേക്കും ഇന്നലെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ്, ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ആ സന്തോഷം എനിക്ക് നിങ്ങളെ അറിയിക്കണ്ടേ. എൻ്റെ സന്തോഷം നിങ്ങളെയാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കാരണം ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെയല്ലേ ഞാൻ അറിയിക്കണ്ടേ. കമൻറ്റ് ബോക്സിൽ മുഴുവൻ ടീച്ചറുടെ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു കുട്ടി ചോദിക്കുകയാണ് എന്നോട്, ടീച്ചറുടെ വ്യൂസൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഞങ്ങളെ ഇട്ട് പോവും, അല്ലെങ്കിൽ ടീച്ചറുടെ കൂടെ ഞങ്ങളും കൂടട്ടെ, എന്താ പറയുക, ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു വീട്ടമ്മയാണ്, വീട്ടിലിരുന്ന് പഠിക്കാനും പറ്റുള്ളൂ. അങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ട്. എന്തൊരു സന്തോഷം അത് കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും എൻ്റെ വ്യൂസ് കുറഞ്ഞാലും ഞാൻ ഒരിക്കലും നിങ്ങളൊരാളെ ഇട്ട് പോവില്ല. അത് നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടുണ്ടാവും. ഞാനൊരു എന്താ പറയുക, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആവും, അല്ലെങ്കിൽ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും എന്നുള്ള വലിയ മോഹത്തോടുകൂടി വന്നതൊന്നുമല്ല. എനിക്ക് നിങ്ങളാണ് ഇതൊക്കെ തന്നത്. അതായത് ഈ 1.5 മാസം കൊണ്ട് ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ എനിക്ക് വലിയൊരു ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയ പോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളെ വിട്ട് ഞാൻ പോവേയില്ല. അതാലോചിച്ച് നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കണ്ട. അത് എന്നെക്കൊണ്ട് ഞാനിപ്പോൾ 45 ദിവസത്തെ ഒരു കടമ്പയാണ് നമ്മൾ. 45 ദിവസം എന്ന് ഞാൻ വെച്ചത് ഒരു 60 ദിവസം വെക്കാമായിരുന്നു. പക്ഷെ 60 ദിവസം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ക്ലാസ് എടുക്കണേക്കാൾ കൂടുതൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് റിവൈസ് ചെയ്യാന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ നമുക്ക് നടത്തണ്ടേ. അതുകൊണ്ടാണ് ഞാൻ 45 ദിവസത്തെ ഒരു ചലഞ്ച്. ആ 45 ദിവസത്തെ ചലഞ്ച് എന്ന് പറഞ്ഞ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് കുട്ടികൾ എനിക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വരാൻ കാരണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും 45 ദിവസം കൊണ്ട് ഞാനിവിടെ മലമറയ്ക്കും, നിങ്ങളെ 1ാം റാങ്കുകാരാക്കും എന്നല്ല ഞാൻ പറയണത്. തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ സിലബസ് ഒരു ചുരുക്കി നിങ്ങളിൽ എത്തിക്കാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും, വേറെ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ടീച്ചർ ക്ലാസ് എടുക്കണം. അപ്പോൾ ഈ ക്ലാസ് മാത്രം കേൾക്കാതെ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ വേണം. ആ റാങ്ക് ഫയൽ അപ്പോൾ നിങ്ങൾ നോക്കുക, ഏത് റാങ്ക് ഫയൽ ആയിക്കോട്ടെ. എനിക്ക് അങ്ങനെ ഒരു സജഷനൊന്നുമില്ല, നിങ്ങൾ ഇന്ന റാങ്ക് ഫയൽ നോക്കണം. റാങ്ക് ഫയൽ നോക്കുക. ഇനി മറ്റ് ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ അത് കേൾക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ നിങ്ങൾക്ക് അധികം പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കുക. ഇതിനൊക്കെ ഒപ്പം തന്നെ ഒരു 2016 ശേഷമല്ലേ നമുക്ക് ഇത്രമാത്രം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2024 തൊട്ട് ആ 2016 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുസ്തകം നമുക്ക് കളക്ട് ചെയ്യും. അത് വാങ്ങാൻ കിട്ടുമല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുസ്തകം, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ ചെയ്യുക. അതും കൂടി നിങ്ങൾക്ക് വളരെയധികം ഉപകാരമാവും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാലും നിങ്ങളെ ചെയ്യിപ്പിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ സൈഡിൽ കൂടെ ചെയ്തു പോയാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണമൊന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, കുറേ കുട്ടികൾ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 20 മാർക്കുണ്ട്. ഏതൊക്കെ ടോപ്പിക്കിനാണോ മാർക്ക് കൂടുതലുള്ളത് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കണ്ടേ, എല്ലാത്തിനും നമുക്ക് മാർക്ക് കിട്ടണ്ടേ. അപ്പോൾ എല്ലാ മേഖലകളും കവർ ചെയ്ത് പോവുക. അതുപോലെ വേറെ 1-2 പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗണ്ട് കുറവാണ്. അപ്പോൾ എനിക്കിതിൽ അത്ര വൈദഗ്ധ്യമൊന്നും ഉണ്ടായിട്ട് ഞാൻ തുടങ്ങിയതല്ല കേട്ടോ. അതായത് ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണ ഉണ്ടായില്ല. വെറുതെ ഒരു ബോർഡും ഒരു സ്റ്റാൻഡും എൻ്റെ ഫോണുമായിട്ടാണ് ഞാൻ ഈ പരിപാടി ആരംഭിച്ചത്. അപ്പോൾ തുടങ്ങിയപ്പോൾ ഉള്ള കുറച്ച് ക്ലാസ്സുകളിലാണ് ശബ്ദം തീരെ കുറവ്. പിന്നെ എങ്ങനെയാണ് ക്യാമറ, ഫോൺ വെക്കേണ്ടത്, അല്ലെങ്കിൽ ശബ്ദം എങ്ങനെ കിട്ടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലൊരു ധാരണ നമുക്ക് വരുമല്ലോ. അങ്ങനെ ഞാൻ മാറ്റിയത് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ശബ്ദം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. കമ്പാരിറ്റീവ്ലി മുന്നത്തേക്കാൾ കുറച്ചും കൂടിയും ശബ്ദവും അതുപോലെ തന്നെ ബോർഡിൻ്റെ ഒരു ക്ലിയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കുക. ഇനി ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഭംഗിയായിട്ട് ക്ലാസ് കാണുക. ഒപ്പം ഒരു നോട്ട് ഉണ്ടാവണം. ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് എന്നാണ് ഞാൻ പറയുക. അത് ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും. അതിൽ സംശയമൊന്നുമില്ല. നേടുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ എന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾക്കും, എനിക്ക് കമൻറ്റ്സ് ചെയ്യുന്നവർക്കും, എനിക്ക് ലൈക്ക് ഇടുന്നവർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കുക.
ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുള്ളവർക്കായാലും അതും എനിക്കൊരു പ്രചോദനം തന്നെയാണ്. കാരണം അവിടെ ഒരു നെഗറ്റീവ് അവർ പറയുമ്പോൾ എനിക്കത് പോസിറ്റീവ് ആക്കാൻ തോന്നുമല്ലോ. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ കൂടെ തന്നെ പിടിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ പോരും, നമുക്ക് ഒരുമിച്ച് മുന്നേറാട്ടോ. താങ്ക് യു.